പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പൗരാണിക ഭാരതീയ ശാസ്ത്രവും ആധുനിക ഭൗതിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? ഇൻക്ലൂസീവ്, എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. ഒന്നിനെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. നമ്മുടെ ഐൻസ്റ്റീന്റെ സ്പെഷ്യൽ ലോ ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ ലോ ഓഫ് റിലേറ്റിവിറ്റിയും പോലെ, ഒന്ന് ജനറലും ഒന്ന് സ്പെഷ്യലും എന്ന് പറഞ്ഞതുപോലുള്ള ഇത് എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ജനറൽ ലോയാണ്. നമ്മളുടെ അടിസ്ഥാന പ്രമാണമായിട്ട് എടുക്കുന്നത് ജനറൽ ആയിട്ടുള്ളതാണ്. എന്താണ് ഈ ജനറൽ ആയിട്ടുള്ളതും സ്പെഷ്യൽ ആയിട്ടുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ജനറൽ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യാവഹാരികതയ്ക്ക് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ളതേ പറ്റുള്ളൂ. രണ്ടിന്റെയും ഇടയ്ക്കുള്ളതാണ് വ്യാവഹാരികത എന്ന് പറഞ്ഞാൽ, ഇതിനെ രണ്ടിനെയും, ജനറലിനെ സ്പെഷ്യലായിട്ടുള്ളതും ജനറൽ ആയിട്ടുള്ളതും ചേർന്ന് രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മവും സ്ഥൂലവും, സൂക്ഷ്മ സ്ഥൂലങ്ങളെ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ടാണ് വ്യവഹാരം സാധിക്കുക. വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈമാറ്റങ്ങളാണ്. അത് വസ്തുവിന്റെ ആകണമെന്നില്ല, വസ്തുതകളുടെയും ആകാം. നമ്മൾ സ്ഥൂലമായിട്ടുള്ള വസ്തുക്കളുടെ, സ്ഥൂലമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയ ഗോചരത്വമുള്ളതിന്, അതാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയൽ ആയിട്ടുള്ളത്. പിന്നെ എന്താണ് മെറ്റീരിയൽ അല്ലാത്തത്? അതിനെ നമ്മൾ ഭൗതികം, ആത്മീയം എന്ന് തിരിച്ചാണ് പറയുക. ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതമായത്. എന്തിനു ഭൂതമായത്? ഇന്ദ്രിയങ്ങൾക്ക് ഭൂതമായത്. അതിനെ മെറ്റീരിയൽ എന്ന് പറയും. അഭൗതികം അല്ലെങ്കിൽ അതിനെ ആത്മീയം എന്ന് പറയും. അത് ഇമ്മറ്റീരിയലാണ്, അത് മെറ്റീരിയൽ അല്ല. എന്നാൽ അത് ആത്മീയം എന്ന് പറയും. ആത്മീയവും അല്ലാത്തത്. ആത്മീയം, ആത്മ ശബ്ദത്തിന് സ്വയം അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെയാണ് അർത്ഥം വരിക. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നൊക്കെ പറഞ്ഞാൽ ആത്മ ശബ്ദം. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ, എല്ലാവർക്കും എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ആത്മഹത്യയാണോ കൊലപാതകമാണോ? ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം വിഘടിപ്പിക്കുകയാണ്. എന്തിനേയും? ഈ ശരീരത്തിൽ നിന്ന് അതിനെ പ്രവർത്തിപ്പിച്ചിരുന്ന ശക്തിയെ വിഘടിപ്പിക്കുന്നതാണ് ആ വിഘട്ടനം. അവിടെ നമ്മൾ മരണം എന്ന് പറയുക. മരണം, രണമില്ല. പിന്നെ ഇവിടെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന രണം എന്ന് പറഞ്ഞാൽ യുദ്ധം. ഈ സമൂഹവുമായിട്ട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചവുമായിട്ടുള്ള ആ യുദ്ധം തീർന്നു. ഇതാണ് മരണം ആണ്. രണം തീർന്നു, യുദ്ധം തീർന്നു. യുദ്ധം എപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്? ഈ ശരീരത്തിനകത്ത് ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുള്ളപ്പോൾ ഈ ശക്തിക്ക് ശരീരത്തിനകത്ത് നിൽക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഈ ശക്തി പുറത്തൊരു ശക്തിയുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അകത്തിരിക്കുന്ന ആ ശക്തി പുറത്തിരിക്കുന്ന വേറൊരു ശക്തിയുണ്ടെന്ന് ധരിച്ച് യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ആ യുദ്ധമാണ് ഇതിൽ നിന്നങ്ങോട്ട് വിട്ടുകഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന കയ്യും കാലും ഒക്കെ അങ്ങോട്ട്
കെട്ടിയിട്ടിരിക്കുന്നു. കെട്ടിയിട്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് എങ്ങും പോകാൻ രക്ഷയില്ല എന്നുള്ളൊരു വലിയ ആശങ്കയാണ്. പക്ഷെ കെട്ടങ്ങോട്ട് പൊട്ടിച്ചു നമ്മൾ, വലിയ ആശ്വാസം. പക്ഷെ അപ്പോഴും നമുക്ക് എങ്ങും പോകാനില്ല. പക്ഷെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകണ്ടാത്ത സ്ഥലങ്ങളില്ല. വലിയ പ്രശ്നങ്ങളാണ്. നമുക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട്. നമുക്ക് അനങ്ങാൻ വയ്യ എന്നുള്ള തോന്നലാണ് നമുക്ക് അനങ്ങണം എന്നുള്ള ആഗ്രഹത്തെ കൂട്ടിക്കൂട്ടിക്കൊണ്ട് വരുന്നത്. നമുക്ക് അനങ്ങാം, എങ്ങോട്ട് വേണേ പോകാം, എവിടെ വേണേ പോകാം എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പോകാനെങ്ങും ഇല്ല. എല്ലാം നമുക്കറിയാം, എല്ലാത്തിനെ കുറിച്ച് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും അറിയാൻ മേലല്ലോ എന്നുള്ള ഭയം ഇല്ല. പക്ഷേ നമ്മളെ കെട്ടിയിട്ട് കഴിയുമ്പോൾ നമുക്ക് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ അവസ്ഥ ഭയങ്കരമായിട്ട് കൂടും. അത് കെട്ടെല്ലാം അങ്ങ് പൊട്ടിച്ചു, നമ്മൾ ഫ്രീ ആയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഈ കെട്ട് പൊട്ടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി വിഷമിച്ചിരുന്നിട്ട് കെട്ടങ്ങോട്ട് പൊട്ടിക്കുമ്പോൾ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതല്ല ചെയ്യണത്. അതുവരെയുള്ള ചലനം കൂടി, കെട്ടുപൊട്ടിക്കാനുള്ള ചലനം കൂടി ഉപേക്ഷിച്ചുകൊണ്ട് ആശ്വസിച്ച് നീണ്ടു നിവർന്നങ്ങോട്ട് കിടക്കും. എന്നിട്ട് കെട്ടുപൊട്ടിച്ചാൽ നമ്മൾ ചുറ്റും കിടന്ന് ഓടുകയൊന്നും അല്ല ചെയ്യണത്. നമ്മൾ അതുവരെയുള്ള ശ്രമത്തിൽ നിന്ന് മോചിതനായിട്ടുള്ള സന്തോഷത്തിൽ നല്ലോണം ദീർഘമായിട്ട് ശ്വാസം എടുത്തങ്ങോട്ട് കിടക്കും അവിടെ നീണ്ടു നിവർന്നു. അപ്പൊ ആദ്യം ചെയ്തിരുന്ന ചലനം പോലും നമുക്ക് വേണ്ട. പക്ഷെ കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടിക്കാനുള്ള ഭയങ്കര ശ്രമമായിരുന്നു, അകത്തും പുറത്തും ഒക്കെയായിട്ട് നടന്നത്. പൊട്ടിക്കഴിഞ്ഞപ്പോഴോ ആ യുദ്ധങ്ങൾ അവസാനിച്ചു. പിന്നെ നമുക്ക് എങ്ങും പോകണ്ട, അവിടെ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. പിന്നെ ചിലപ്പോൾ കിടന്നുറങ്ങിയിട്ടായിരിക്കും പോണത്. അതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോഴ്സിന് അതിന്റെ എതിരായിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തനം നടക്കുകയുള്ളൂ. കെട്ടിയിട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് ചലിക്കണമെന്ന് തോന്നും. എന്നാൽ എപ്പോഴും ഓടിക്കൊള്ളാൻ പറഞ്ഞാൽ നമുക്ക് ഇരിക്കണമെന്ന് തോന്നും. നമ്മളൊരു കമ്പനിയിലേക്ക് ഒരു സെക്യൂരിറ്റിക്കാരനെ വേണം. എനിക്ക് വാസ്തവത്തിൽ കമ്പനിയുടെ വാതിൽക്ക് ഒരു കസേരയിട്ട് വെറുതെ ഇരുന്നാൽ മതി. ആരെങ്കിലും വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഇരുന്നാൽ മതി. പേര് എഴുതിയെടുത്ത് വിട്ടേക്കാം അകത്തേക്ക്, വേറെ ഒന്നും ചെയ്യാനില്ല. ഇയാൾ യാതൊരു പണിയില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുമായിരുന്നു. ആ വീട്ടിൽ കുത്തിയിരിക്കുന്ന ആളിന് എന്ത് കിട്ടി? ഈ പണി കിട്ടി. വീട്ടിലാണെങ്കിൽ നിലത്തിരിക്കണം, കസേര പോലും ഇല്ലായിരുന്നു. ഇവിടെ കസേരയും കുഷ്യനുള്ളൊരു കസേര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല കുഷ്യനുണ്ടോ ഇല്ലയോ എന്തെങ്കിലും ആട്ടെ, ഒരു കസേര ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു മേശ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കയ്യും വെക്കാം, ഇതൊക്കെ എഴുതിയെടുക്കാം. അവിടെ ഇരുന്നാൽ മതി. ആളുകളുടെ വരുന്നവരാരെങ്കിലും വരികയാണെങ്കിൽ എപ്പോഴും വരുന്ന ആളുകൾ വിസിറ്റിങ്ങിന് വരുന്ന കമ്പനിയല്ലെന്ന് വെച്ചോളൂ. വല്ലപ്പോഴും ഒരാൾ വരും, ഉടനെ പേരെഴുതിയെടുത്ത അകത്തേക്ക് ഉടനെ എഴുതിയ പണിയുള്ളൂ. വീട്ടിലാണെങ്കിൽ നിലത്തിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തരുവോ ഇല്ലയോ എന്നറിയാം വിഷമം. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള മാനവവിഷമം. ഇങ്ങനെയൊക്കെ ഇരുന്നയാളിന് പണി കിട്ടിയപ്പോൾ നല്ല സുഖമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം കിട്ടി, ഇത് കിട്ടി. പക്ഷേ എന്തു പറ്റി? 8 മണിക്കൂർ ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇത് കൃത്യസമയത്ത് പോകണം, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ വലിയ പണിയാണ് എന്ന് വിചാരിച്ച് ശമ്പളം ഇത്തവണ കിട്ടിയില്ല, ഭയങ്കര പ്രശ്നമാണ്. എന്താ പണി ഇത് തന്നെ, വീട്ടിലാണെങ്കിൽ ഇത് തന്നെ ചെയ്യുന്ന പണി, അവിടെ കുത്തിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കാശ് കിട്ടിയില്ലല്ലോ എന്നുള്ള പരാതിയില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഒരു സ്ഥലത്തുനിന്ന് മാറരുത് എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ മാറരുത് എന്ന് പറഞ്ഞ ഒരൊറ്റ കണ്ടീഷൻ ഇതാണ്, അവിടുന്ന് പോകാൻ പാടില്ല 8 മണിക്കൂർ നേരത്തേക്ക്. ഇവിടെ വീട്ടിൽ 10 മണിക്കൂർ ഇരിക്കും, വേറെ എങ്ങും പോകാനില്ല. പക്ഷെ അത് നമുക്ക് പണിയായിട്ട് തോന്നിയില്ല. ഇത് എന്നോട് അവിടെ 8 മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞു. ആഹാരം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ പോകാൻ കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. അത് വീട്ടിലാണെങ്കിൽ അതിൻ്റെയും കൂടി ആവശ്യം വരുന്നില്ല. ഇല്ല, പോയി കഴിക്കാനൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന കണ്ടീഷൻ. അതുകൊണ്ട് അതും ഇല്ലാണ്ടായിരിക്കും.
അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 8 മണിക്കൂർ പോകരുതെന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് അത് വലിയ നമ്മളെ കെട്ടിയിട്ടപ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനം പോലെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, എത്ര നേരമായിരിക്കണം, അതുകൊണ്ട് അത് ഞാൻ എന്തോ പണിയെടുക്കുകയാണെന്ന് വിചാരിച്ച് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്കതിന് ഒരു ഒരു ശമ്പളം ആവശ്യമായിട്ടും വരും. മനസ്സിലാണ്ടോ? ആ ശമ്പളം പോരാന്നൊക്കെ തോന്നും. അത്രയധികം വിഷമമാണ് ഇരിക്കാൻ. എന്നാൽ ഇത് തന്നെ ഇതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഒന്നും കിട്ടാതെ കൂടുതൽ പട്ടിണിയും കൂടെ കിടന്ന് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സെക്യൂരിറ്റിക്കാരന് പണിയില്ല എന്നല്ലേ, എല്ലാ പണികളും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഒരു സ്ഥലത്തും ഒരു പണിക്കും പോകാതെ ഇരുന്ന് വല്ലതും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളിനോ കാലത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ എത്തിയിട്ടു കാലത്തിൽ ഭയങ്കരമായിട്ട് എക്സർസൈസ് ചെയ്യണം. നമ്മൾ തന്നെത്താൻ ചെയ്യാത്തത് കാരണം നമ്മളെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ അങ്ങോട്ട് കാശും കൊടുത്ത് ജിമ്മിൽ പോയി നമ്മൾ വെയിറ്റ് എടുത്ത് പൊക്കും, കാലിൽ വെയിറ്റ് വെച്ച് പൊക്കും, കയ്യിൽ വെയിറ്റ് വെച്ച് പൊക്കും, ബെഞ്ചിൽ കിടന്നിട്ട് വലിയ വെയിറ്റ് എടുത്തിട്ട് പൊക്കും. ഇങ്ങനെയൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് വേർക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് കാശ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത്ര ഒരു പണിയായിട്ട് ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിവെക്കും ഇങ്ങോട്ട് മാറ്റിവെക്കുന്ന പണി ചെയ്താൽ ഇതുപോലെ വേർത്ത് ചെയ്യാനൊന്നും നമ്മൾ നിൽക്കുകയില്ല. നമ്മളുടെ കയ്യിൽ നിന്ന് കാശും കൊടുത്ത് ഇതൊക്കെ നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്ന് ചെയ്യും. എന്താ കാര്യം? എന്താണോ നമ്മൾ ചെയ്യാൻ വിധിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വലിയ പാടായിട്ട് മാറും. എന്നാൽ അതേ സാധനം അതേ കാര്യം തന്നെ എന്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് എന്ന് കണ്ടുകഴിഞ്ഞാൽ ആനന്ദകരമാകും. ഇതാണ് വ്യത്യാസം. അപ്പോൾ എന്റെ എന്ന് പറയുന്നയാളുടെ ഇഷ്ടത്തിന് ശരീരത്തിനെ എത്ര പീഡിപ്പിച്ചാലും മനസ്സിനെ എത്ര പീഡിപ്പിച്ചാലും ബുദ്ധിയെ എത്ര പീഡിപ്പിച്ചാലും നമുക്ക് ആനന്ദമുണ്ടാകും. എന്താണ്? അത് എന്റെ ഇഷ്ടത്തിന് ചെയ്യണതാ. അപ്പൊ നമുക്ക് ഒരു പസില്, നമ്മൾ പത്രങ്ങളിലൊക്കെ വരുന്ന പസിൽസ് നമ്മൾ ഇതാകുമ്പോൾ ബുദ്ധിയായിട്ടുണ്ട് പീഡിപ്പിക്കുകയാണ്, നമുക്ക് ആനന്ദമാണ് ഉണ്ടാകുന്നത്. നമ്മൾ മല കയറാൻ ഹിമാലയം കയറാൻ പോകുമ്പോൾ ശരീരത്തിനായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്യണത്, ആനന്ദമാണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് ചിലർ മരിച്ചു പോകുന്നത് വരെ പീഡ അനുഭവിക്കുന്നുണ്ട്, എന്നാലും ആനന്ദമാണ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മളോട് എന്തെങ്കിലും പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ഒരു സ്ഥലത്തു നിന്നൊരു ആവശ്യം വന്നു ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം വന്നു എന്ന് ചോദിക്കുമ്പോൾ എന്റെ ആ പ്രശ്നങ്ങൾ കൂടി. അപ്പോൾ എന്റെ എന്ന് പറയുന്ന എന്റെ ആ സ്വാതന്ത്ര്യത്തിനാണ് ചെയ്യുന്നതെന്ന് ഞാൻ എന്ന് പറയുന്നത്, ഇതിനെയൊക്കെ പീഡിപ്പിച്ചാലും ഈ ഞാൻ എന്ന് പറയണതിന് ആനന്ദം ഉണ്ടാകണമെങ്കിൽ ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മളുടെ സൗകര്യത്തിന് നമുക്ക് ആനന്ദം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഞാൻ എന്ന് പറയുന്നതിനെ അറിയാനാണ് നമ്മളുടെ ഭാരതീയ ഋഷി പരമ്പര ശ്രമിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലാണ്ടോ? എന്നാൽ ഈ ഞാൻ എന്നുള്ളതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഭൗതിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭൂതമായത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരം, അത് പുറമേ കാണുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയം കൊണ്ട് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് അറിയണയാള്, എനിക്കാണ് അറിയേണ്ടത്. ഈ അറിയേണ്ടതായിട്ടുള്ള സാധനങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അറിയുന്നവന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അതാണ് വ്യത്യാസം. അതിനെപ്പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ബാക്കി പറയാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇത് മതി. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.